വാം വെൽക്കം എവരിവൺ. നമ്മൾ ഈ വീഡിയോ ട്യൂട്ടോറിയൽ കവർ ചെയ്യുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഇലക്ട്രോമാഗ്നറ്റിക്സ്, അതായത് ഇലക്ട്രിക്കലുകാരുടെയും ഇലക്ട്രോണിക്സുകാരുടെയും ഇലക്ട്രോമാഗ്നറ്റിക്സിലെ സ്റ്റോക്സ് തിയറം ആൻഡ് ഡൈവേർജൻസ് തിയറമാണ് ചെക്ക് ചെയ്യുന്നത്. സോ ആ സ്റ്റോക്സ് തിയറത്തിൻ്റെ ഡൈവേർജൻസ് തിയറത്തിൻ്റെ ഡെഫിനിഷനോടൊപ്പം അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റോക്സ് തിയറത്തിലേക്ക് പോകാം. സ്റ്റോക്സ് തിയറം റിലേറ്റ് ചെയ്യുന്നത് ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. റൈറ്റ്, ലൈൻ ഇൻ്റഗ്രൽ ടു സർഫസ് ഇൻ്റഗ്രൽ. സോ അതിൻ്റെ ഫോർമലായിട്ടുള്ള ഡെഫിനിഷനിലേക്ക് നമുക്ക് പോവാം. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് എൽ ഈസ് ഈക്വൽ ടു ദ ഇൻ്റഗ്രൽ ഓഫ് കൾ ഓഫ് എഫ് ഓവർ ദ ഓപ്പൺ സർഫസ് എസ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് പാത്ത് എൽ. ഇതിൽ ഓർക്കേണ്ടത് എഫ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. റൈറ്റ്, സോ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് വെക്ടർ എഫ് എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് എൽ is equal to the integral of curl of f over the open surface S enclosed by the closed path L. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ഇതിൻ്റെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാം. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എൽ, റൈറ്റ്, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ്, റൈറ്റ്, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. റൈറ്റ്, ഇത് സർഫസ് ഇൻ്റഗ്രലാണ്. സോ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടാണ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് എറൗണ്ട് എ ക്ലോസ്ഡ് പാത്തിൽ, ഈ ക്ലോസ്ഡ് പാത്ത് ഇൻ്റഗ്രേഷനിൽ ഈ ക്ലോസ്ഡ് പാത്ത് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഇൻ്റഗ്രേഷൻ തന്നെ യൂസ് ചെയ്യണം, ഓപ്പൺ ഇൻ്റഗ്രൽ അല്ല. ഒരു ക്ലോസ്ഡ് പാത്തിന്, ക്ലോസ്ഡ് പാത്തായിട്ടുള്ള എല്ലിനെ എറൗണ്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ പെരിമീറ്ററിന് ചുറ്റും എടുക്കുന്ന ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഓപ്പൺ സർഫസിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് കള്ളിന് ഇക്വലൻ്റ് ആയിരിക്കും. റൈറ്റ്, അതിനോടൊപ്പം നോട്ട് ചെയ്യേണ്ടത് ഈ ഡി എൽ എന്ന് പറയുന്നത്, റൈറ്റ്, ഇവിടുത്തെ ഡി എൽ ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പെരിമീറ്ററാണ്. അത് ആ കംപ്ലീറ്റ് സർഫസിനെ ക്ലോസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എടുത്തിരിക്കുന്നത്. പലരും വരുത്തുന്ന മിസ്റ്റേക്ക് സർക്കുലേഷൻ യൂസ് ചെയ്യാറില്ല. അതായത് ലൈൻ ഇൻ്റഗ്രൽ ഡയറക്റ്റ്ലി സർഫസ് ഇൻ്റഗ്രലുമായിട്ട് റിലേറ്റ് ചെയ്യാറുള്ളൂ. ബട്ട് അങ്ങനെ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. സോ ഇത് സ്പെസിഫിക് ആയിട്ട് പറയുമ്പം ലൈൻ ഇൻ്റഗ്രൽ എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത്, അല്ലെങ്കിൽ സർക്കുലേഷൻ എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് ഓപ്പൺ സർഫസ്, റൈറ്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർഫസിലാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പാത്തിലാണ്. ഇത് രണ്ടും എപ്പോഴും റിലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എഫ് ഡോട്ട് എൽ, റൈറ്റ്, സർക്കുലേഷൻ ഓഫ് എഫ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. ഇനി ഇത് എപ്പോഴൊക്കെ നമുക്ക് ഈ ഫംഗ്ഷൻ എല്ലാ തവണയും നമുക്കിത് വാലിഡ് ആയിട്ടുള്ളതല്ല. ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എഫ് വെക്ടർ എഫും സിമിലർലി ഡെൽ ക്രോസ് എഫും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കേസുകളിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. റൈറ്റ്, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കേസുകളിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റോക്സ് തിയറം യൂസ് ചെയ്ത് ചെയ്യാൻ കഴിയുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ എ വെക്ടർ ഫീൽഡ് എഫ് ഈക്വൽ ടു r square cos phi AR plus z sin phi AZ around the path L defined by 0 less than or equal to r less than or equal to 3, 0 less than or equal to 5 less than or equal to 45 degree and z equal to 0. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏത് കോർഡിനേറ്റ്സിലാണ് എഴുതിയിരിക്കുന്നത് നോക്കുക. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പം AR AZ, അതിനോടൊപ്പം 5 ഉണ്ട്. റൈറ്റ്, അപ്പോൾ R5Z വരിക എന്ന് പറയുമ്പോൾ ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണ്, നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ പലപ്പോഴും സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇവിടെ നോക്കുക Z ഈക്വൽ ടു 0 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിമിലർലി ഇവിടെ A5യുടെ ടേം ഇല്ല. ഇത് രണ്ടും തരുന്നത് നമ്മുടെ പ്രോബ്ലം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഇതുപോലും ലെന്തിയർ ആവാറുണ്ട്. 10 മാർക്സിൻ്റെ എസ് എ ക്വസ്റ്റ്യനായിട്ട് ടിപ്പിക്കലി നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. റൈറ്റ്, അപ്പം ഇനി അതായത് ഞാൻ പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ചില വേരിയബിൾസ്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ A5യുടെ ടേം ഇല്ല, നേരത്തെ മെൻഷൻ ചെയ്തെങ്കിൽ Z ഈക്വൽ ടു 0 ആക്കുന്നത് നമ്മുടെ പ്രോബ്ലം സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ സ്റ്റോക്സ് തിയറത്തിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. ഡയറക്റ്റ്ലി ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും സ്റ്റോക്സ് തിയറത്തിൻ്റെ എക്സ്പ്രഷൻ എഴുതി ചെയ്യുക. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നതിൽ തെറ്റ് പറ്റിയാലും ഈ എക്സ്പ്രഷന് മാർക്കുള്ളതാണ്. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യുക. സോ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ. റൈറ്റ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, സർക്കുലേഷനാണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണ്. സോ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. റൈറ്റ്, ഇത് ഓപ്പൺ സർഫസ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക.
ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ഫിഗറും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് ഫൈ എ ആർ പ്ലസ് ഇസെഡ് സൈൻ ഫൈ എ ഇസെഡ് ആണ്. അതിനോടൊപ്പം ആർ വേരി ചെയ്യുന്നത്, ആർ എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ഈ ലെന്താണ്, ഞാൻ ഈ ആരോ കാണിച്ചിരിക്കുന്ന മൂവ് ചെയ്യുന്ന ലെന്താണ്. അത് 0 മുതൽ 3 വരെ വേരി ചെയ്യുന്നുണ്ട്. സിമിലർലി ഫൈ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലിണ്ടർ വരച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഈ തന്നിരിക്കുന്ന കോർഡിനേറ്റ് ഞാൻ ഒരു സിലിണ്ടറിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ സിലിണ്ടറിൽ ഇസെഡ് ഈക്വൽ ടു 0 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ആക്സിസ് ആണ് ഇസെഡ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ആ ക്ലോസ്ഡ് പാത്ത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇസെഡ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ ഇത് XY പ്ലെയിനിലായിട്ടാണ് ലൈ ചെയ്യുന്നത്. റൈറ്റ്. ഇനി ഇവിടെ വേരി ചെയ്യുന്ന എലമെൻറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് റേഡിയസ് റൈറ്റ് 0 മുതൽ 3 വരെ വേരി ചെയ്യാം. 0 മുതൽ 3 വരെ വേരി ചെയ്യാം. സിമിലർലി ഫൈ എന്ന് പറയുന്നത് 0 മുതൽ 45 ഡിഗ്രി വരെയാണ് വേരി ചെയ്യുന്നത്. ഇതിൻ്റെ മാക്സിമം ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. R ഈക്വൽ ടു 3ക്കും സിമിലർലി 5 ഈക്വൽ ടു 45 ഡിഗ്രിക്കും ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം ലൈൻ ഇൻ്റഗ്രലാണ് എടുക്കേണ്ടത്. റൈറ്റ്. ഈ ലൈൻ ഇൻ്റഗ്രൽ എടുക്കാൻ വേണ്ടി ഞാൻ ഈ ടോട്ടൽ സർഫസിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. റൈറ്റ്. സോ ഞാൻ ഫസ്റ്റ് സർഫസ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു ഏരിയയാണ്. ഇത് ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എടുത്തു. സിമിലർലി ഞാൻ സെക്കൻഡ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു പോർഷനാണ്. അതായത് ഫസ്റ്റ് പോയിൻ്റ് ഞാൻ ഈ ഒരു പോയിൻ്റ് മുതൽ ഈ ഒരു പോയിൻ്റ് റൈറ്റ് R ഈക്വൽ ടു 0 മുതൽ R ഈക്വൽ ടു 3 വരെ വരുന്ന ഈ ഒരു പോർഷനായിട്ട് എടുത്തു. സിമിലർലി സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പോയിൻ്റ് മുതൽ ഈ ഒരു പോയിൻ്റ് വരെ എടുത്തു. റൈറ്റ്. ആൻഡ് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതായിട്ട് എടുത്തു. അത് 3 ആയിട്ട് മാർക്ക് ചെയ്തു. റൈറ്റ്. ഇനി ഈ ഇത്രയും പോർഷൻസിൽ ലൈൻ ഇൻ്റഗ്രലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഞാൻ സെക്ഷൻ 1 എടുത്തിരിക്കുകയാണ്. സെക്ഷൻ 1ൽ നോക്കുക, നേരത്തെ പറഞ്ഞ കണക്ക് R 0 മുതൽ 3 വരെ വേരി ചെയ്യാണ്. സോ R വേരീസ് ഫ്രം 0 to 3. റൈറ്റ്. ആ സമയത്ത് ബാലൻസ് ഉള്ള വേരിയേഷൻ നോക്കാം. നെക്സ്റ്റ് ഫൈ അവിടെ ആ സമയത്ത് വേരി ചെയ്യുന്നില്ല. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈ ആ ടൈമിൽ ഈക്വൽ ടു 0. സിമിലർലി ക്വസ്റ്റ്യന് ജനറലായിട്ട് തന്നിട്ടുണ്ട് ഇസെഡ് ഈക്വൽ ടു 0. റൈറ്റ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് പോർഷനായിട്ടാണ് ഞാൻ ചെയ്യുന്ന F.dl ഈക്വൽ ടു, ഇവിടെ ഈ കേസിൽ ഇൻ്റഗ്രൽ റൈറ്റ് വേരി ചെയ്യുന്ന R മാത്രമാണ്. സോ R ഈക്വൽ ടു 0 to 3. റൈറ്റ്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. സോ R സ്ക്വയർ കോസ് ഫൈ എ ആർ പ്ലസ് ഇസെഡ് സൈൻ ഫൈ എ ഇസെഡ്. റൈറ്റ്. അതിനോടൊപ്പം ഡോട്ട് ഡി ആർ. റൈറ്റ്. ഇവിടെ വരുന്ന വേരിയേഷൻ DR ആണ്. ഡോട്ട് DR AR. റൈറ്റ്. സോ ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഡോട്ട് പ്രോഡക്റ്റ് ഡോട്ട് AR മാത്രം 1 വരും. ബട്ട് AZ ഡോട്ട് AR എന്ന് പറയുന്നത് 0 വരും. റൈറ്റ്. ഇത് തമ്മിലുള്ള ആംഗിൾ, അതായത് നമുക്കറിയാം എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു XY കോസ് തീറ്റയാണ്. റൈറ്റ്. അപ്പം ഇത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പം XY കോസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഡോട്ട് പ്രോഡക്റ്റ് സെയിം ആയിട്ട് വരുന്നത് AR ഡോട്ട് ARന് മാത്രം ഇവിടെ വാലിഡ് ആയിട്ട് ആൻസർ വരും. ബാലൻസ് ഉള്ളത് 0 വരും. സോ ഇൻ്റഗ്രൽ 0 to 3 റൈറ്റ് R സ്ക്വയർ കോസ് ഫൈ DR. ഈ ടേം 0 ആയിട്ട് പോയി, കാരണം AZ ഡോട്ട് AR ഈക്വൽ ടു 0 ആണ്. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു R ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. കോസ് ഫൈ കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. R സ്ക്വയർ എന്ന് പറയുന്നത് R³/3 ആവും. റൈറ്റ്. വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 3. റൈറ്റ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സോ കോസ് ഫൈ 3 raised to 3 into 3 9 into 3 27. റൈറ്റ്. 27/3 ഈസ് 9. നെക്സ്റ്റ് കോസ് ഫൈ എന്ന് പറയുന്നത് ഈ കേസിൽ നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്തു 0 ആയിട്ട്. സോ കോസ് 0 ഈസ് ഈക്വൽ ടു 1. സോ ഈ ഫസ്റ്റ് കേസിൽ നമ്മുടെ ആൻസർ 9 ആയിട്ട് വന്നു. റൈറ്റ്. സിമിലർലി നമുക്ക് സെക്കൻഡ് സെക്ഷൻ എടുക്കാം. റൈറ്റ്. സെക്കൻഡ് സെക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെയാണ്. റൈറ്റ്. സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് അതിൻ്റെ വേരിയേഷൻസ് ചെക്ക് ചെയ്യാം. ഇവിടെ R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, 3. റൈറ്റ്. റേഡിയസ് 3 ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് R ഇരിക്കും. ബട്ട് ആ ടൈമിൽ വേരി ചെയ്യുന്നത് ഫൈ ആണ്. ഫൈ വേരീസ് ഫ്രം 0 to 45 ഡിഗ്രി. റൈറ്റ്. ഈ പോയിന്റ് 0 ഡിഗ്രിയാണ്. എക്സ് ആക്സിസിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് 45 ഡിഗ്രി വരെ വരുന്ന രീതിയിലാണ് വേരി ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഫൈ വേരീസ് ഫ്രം 0 to 45 ഡിഗ്രി. സിമിലർലി ഇസെഡ് നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 0 ഡിഗ്രി. സോ ഇസെഡ് ഈക്വൽ ടു 0 ഡിഗ്രി.
സോ നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഇൻ്റഗ്രൽ സെക്ഷൻ 2 ആണ്. സോ എഫ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഇവിടെ വേരി ചെയ്യുന്നത് 5 ആണ്, 0 to 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ 5 ഈക്വൽ ടു 0 to 45 ഡിഗ്രി റൈറ്റ്. 0 to 45 ഡിഗ്രിയിൽ വേരി ചെയ്യുന്നത് ആർ സ്ക്വയർ, ഫംഗ്ഷൻ വീണ്ടും എഴുതുകയാണ്, ആർ സ്ക്വയർ കോസ് 5 എ ആർ റൈറ്റ് പ്ലസ് ഇസെഡ് സൈൻ 5 എ ഇസെഡ് റൈറ്റ്. ഇനി ഇവിടെ വേരി ചെയ്യുന്ന 5ൻ്റെ വേരിയേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഡോട്ട് ഡി 5 എ 5 റൈറ്റ്. സോ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പ്രിൻസിപ്പിൾ നോക്കുക. യൂണിറ്റ് വെക്ടർ എ ആർ ഡോട്ട് എ 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. സിമിലർലി എ ഇസെഡ് ഡോട്ട് എ 5 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് 0 ആയിട്ടായിരിക്കും വരുന്നത് റൈറ്റ്, ഈക്വൽ ടു 0. സിമിലർലി നമുക്ക് സെക്ഷൻ 3 നമുക്ക് ചെക്ക് ചെയ്യാം. അവിടെ നമുക്ക് വേരി ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു 3 മുതൽ 0 വരെയാണ് വേരി ചെയ്യുന്നത് അറ്റ് 5 ഈക്വൽ ടു 45 ഡിഗ്രി റൈറ്റ്. സോ അത് ഞാൻ എഴുതുകയാണ്, ആർ വേരീസ് ഫ്രം 3 to 0 റൈറ്റ്. സോ ആർ വേരീസ് ഫ്രം 3 to 0 ആൻഡ് 5 ഈക്വൽ ടു 45 ഡിഗ്രി. 3 to 0 ആൻഡ് 5 ഈക്വൽ ടു 45 ഡിഗ്രി. എഗെയിൻ ഇസെഡ് 0 ആണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടി സെക്ഷൻ 3 ആണ്. സോ 3 എഫ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ റൈറ്റ് ആർ ഈക്വൽ ടു 3 ലോവർ ലിമിറ്റ് 3 അപ്പർ ലിമിറ്റ് 0. ആ ഫംഗ്ഷൻ എഴുതുകയാണ്, ആർ സ്ക്വയർ കോസ് 5 എ ആർ റൈറ്റ് പ്ലസ് ഇസെഡ് സൈൻ 5 എ ഇസെഡ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ഡി ആർ എ ആർ, ആദ്യം എടുത്തത് തന്നെയാണ് ഡി ആർ എ ആർ റൈറ്റ്. സോ ഇവിടെ എ ആർ ഉണ്ട്. സോ അപ്പോൾ ഇവിടെ മാത്രം ഈ ഒരു ടൈം മാത്രം നമുക്ക് വാലിഡായിട്ട് കിട്ടും, ഇവിടെ നമുക്ക് 0 ആയിട്ട് കിട്ടും റൈറ്റ്. സോ ഇൻ്റഗ്രൽ ആർ ഈക്വൽ ടു 3 to 0 ആർ സ്ക്വയർ റൈറ്റ്, ആർ സ്ക്വയർ കോസ് 5 ഡി ആർ, എ ആർ ഡോട്ട് എ ആർ ഇസ് 1. സോ ഡി ആർ എന്ന് വന്നു. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പം ആർ സ്ക്വയറിൻ്റെത് ആർ ക്യൂബ് ബൈ 3 വന്നു. കോസ് 5 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ 5 എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. സോ കോസ് 45 ഡിഗ്രി റൈറ്റ് വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഫ്രം 3 to 0 റൈറ്റ്, 3 to 0. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കോസ് 45 എന്ന് പറയുന്നത് 1/√2 റൈറ്റ്. മറ്റത് ഫസ്റ്റ് 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/3 മൈനസ് റൈറ്റ് മൈനസ് 27/3. സോ അത് നമുക്ക് കിട്ടുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം മൈനസ് 6.369 എന്ന് വന്നു റൈറ്റ്. ഇത് സെക്ഷൻ 3ൻ്റെതാണ്. അപ്പോൾ ടോട്ടൽ ലൈൻ ഇൻ്റഗ്രലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ടോട്ടൽ ലൈൻ ഇൻ്റഗ്രൽ റൈറ്റ്, ടോട്ടൽ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഫസ്റ്റ് സെക്ഷൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് 9 പ്ലസ് സെക്കൻഡ് സെക്ഷൻ 0 കിട്ടി. സിമിലർലി തേർഡ് സെക്ഷൻ മൈനസ് 6.369 റൈറ്റ്, മൈനസ് 6.369. സോ അത് നമ്മൾ എടുത്ത് എഴുതുകയാണ്, 9 പ്ലസ് 0 മൈനസ് 6.369. സോ നമുക്ക് ആൻസർ വരുന്നത് 2.636. സോ 2.636 ആണ് നമ്മൾ സ്റ്റോക്സ് തിയറത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടിയത് റൈറ്റ്. ആ ആൻസർ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കുകയാണ്, 2.636. സോ നെക്സ്റ്റ് നമുക്ക് എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ചെക്ക് ചെയ്യാം. സോ ഇത് സിലിണ്ടറിക്കലിലെ കേൾ ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ സിലിണ്ടറിക്കലിലെ കേൾ ഫംഗ്ഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്, ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു റൈറ്റ് മാട്രിക്സ് ഫോമിൽ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. സോ 1/r റൈറ്റ്, 1/r സിലിണ്ടറിക്കലിൽ എ ആർ എ 5 ആൻഡ് എ ഇസെഡ്. ഇവിടെ വരുന്നത് ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ 5 ആൻഡ് ഡോ ബൈ ഡോ ഇസെഡ്. സിമിലർലി ഇവിടെ എഫ് ആർ എഫ് 5 സിമിലർലി എഫ് ഇസെഡ് റൈറ്റ്. ഇനി നമുക്കിത് വർക്കൗട്ട് ചെയ്യാം. ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ ഞാൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ സ്റ്റോക്സ് തിയറം ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ വേണ്ടി വരുന്നത് എഫ് ഇസെഡ് എഫ് 5 ആൻഡ് എഫ് ആർ ആണ്. അത് ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് എഫ് ആർ ആണ്. സോ അത് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്, എഫ് ആർ ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് 5 റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഫ് ഇസെഡ് ആണ് തന്നിരിക്കുന്നത് റൈറ്റ്. എ ഇസെഡിൽ എഫ് ഇസെഡ് ആണ് വരുന്നത്. സോ എഫ് ഇസെഡ് ഈക്വൽ ടു ഇസെഡ് സൈൻ 5 ആൻഡ് എഫ് 5 റൈറ്റ് ഈക്വൽ ടു 0.
ഇനി നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റൈറ്റ്? സോ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 1/r AR, റൈറ്റ്? 1/r AR ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ ഓഫ് FZ. സോ ഡോ ബൈ ഡോ ഫൈ ഓഫ് FZ എന്ന് പറയുന്നത് ഇസെഡ്, റൈറ്റ്? ഇസെഡ് കോൺസ്റ്റൻ്റ് ആയി, സൈൻ ഫൈൻ്റെത് കോസ് ഫൈ, റൈറ്റ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് FI ഈക്വൽ ടു 0. സോ -0, റൈറ്റ്? നെക്സ്റ്റ് -1/r, റൈറ്റ്? -1/r A5, റൈറ്റ്? -1/r A5 ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് FZ, റൈറ്റ്? സോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ, ഇവിടെ ആറിൻ്റെ ടേമേ ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 0 ആയി, റൈറ്റ്? മൈനസ് നെക്സ്റ്റ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് FR, റൈറ്റ്? FRനെ ഇസെഡ് വെച്ച് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാനാണ്. സോ ഇതിനകത്തും ഇസെഡിൻ്റെ ടേം ഇല്ല, അതുകൊണ്ട് ഇതും 0 ആയി, റൈറ്റ്? സിമിലർലി നെക്സ്റ്റ് വൺ ചെക്ക് ചെയ്യാം. 1/r AZ, റൈറ്റ്? ഡോ ബൈ ഡോ ആർ ഓഫ് FI ഈക്വൽ ടു 0, അതുകൊണ്ട് ഇവിടെയും 0. നെക്സ്റ്റ് ഡോ ബൈ ഡോ ഫൈ ഓഫ് FR, ഇത് വിത്ത് റെസ്പെക്ട് ടു ഫൈയിൽ ഡിഫറൻസിയേഷൻ ചെയ്യണം. സോ -r², ഇനി കോസ് ഫൈൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ -sin φ, റൈറ്റ്? സോ ഈ ടേംസ് ഒരുമിച്ച് എഴുതാം. അപ്പം ഇനി എഗെയിൻ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പം 1/r AR Z കോസ് ഫൈ, ഇവിടെ Z ഈക്വൽ ടു 0 എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടേം ഇൻ എഫക്റ്റ് 0 ആയിട്ട് മാറി. അപ്പോൾ ഇതിനകത്തിന് ബാലൻസ് ഉള്ളത് ഈ ഒരേ ഒരു ടേമാണ്, ദാറ്റ് ഈസ് 1 മൈനസും പ്ലസ് ആയി. സോ പ്ലസ് r sin φ, റൈറ്റ്? പ്ലസ് r sin φ AZ ആയിട്ട് ഇത് മാറി, റൈറ്റ്? ഡെൽ ക്രോസ് എഫ് നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതോ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് DS ആണ്. സോ നമുക്കിനി ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ്, റൈറ്റ്? സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് DS ഈക്വൽ ടു, റൈറ്റ്? ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലാണ് നമുക്ക് ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടി വരുന്നത്. സോ സർഫസ് ഇൻ്റഗ്രൽ എസ് ഇൻറ്റു നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഡെൽ ക്രോസ് എഫ് ആണ്. സോ r sin φ AZ, റൈറ്റ്? ഇനി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ ഓരോ ഡിഫറൻഷ്യൽ എലമെൻറ്റ്സ് എഴുതുകയാണ്. ആറിൻ്റെത് DR ആണ്. സോ DR. നെക്സ്റ്റ് ഫൈ വരുന്നു എന്ന് പറയുന്നത് നമ്മൾ തിയറി പാർട്ടിൽ ചെക്ക് ചെയ്തായിരുന്നു ആദ്യത്തെ ട്യൂട്ടോറിയൽസിൽ, r ഇൻറ്റു d5 ആണ്, റൈറ്റ്? അതെന്ന് പറയുന്നത് ആർക്കിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് റേഡിയസ് ഇൻറ്റു ആംഗിൾ ആണ്. സോ r ഇൻറ്റു d5, റൈറ്റ്? r ഇൻറ്റു d5. ഇനി ഇവിടെ ഇസെഡിൻ്റെ ടേം ഇല്ല, കാരണം ഇസെഡ് ഈക്വൽ ടു 0യിലാണ് ഈ കറസ്പോണ്ടിങ് ഇൻ്റഗ്രേഷൻ ചെയ്തിരിക്കുന്നത്. സർഫസ് ഇൻ്റഗ്രൽ എടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്, ഇസെഡ് ഈക്വൽ ടു 0 ആക്കിക്കൊണ്ട് ഈ ഒരു പോർഷനിലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇത് മിയർ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതിയാകും. ഇനി ഈക്വൽ ടു, റൈറ്റ്? ഇൻ്റഗ്രൽ ഇവിടെ വേരി ചെയ്യുന്ന എലമെൻറ്റ്സ് നോക്കുക. ഫൈ എന്ന് പറയുന്നത് 0 മുതൽ 45 ഡിഗ്രി വരെ വേരി ചെയ്യുന്നുണ്ട്. സോ ഫൈ ഈക്വൽ ടു 0 to 45 ഡിഗ്രി, റൈറ്റ്? നെക്സ്റ്റ് r ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പം ലിമിറ്റ് r ഈക്വൽ ടു, റൈറ്റ്? 0 to 3. നെക്സ്റ്റ് ഈ ഇൻ്റഗ്രേഷൻ, റൈറ്റ്? r ഇവിടെ ഒരു ആറും കൂടെ ഉണ്ട്. സോ ഇത് r² ആയി. r² sin φ dr d5, റൈറ്റ്? സോ നമുക്കിത് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഫസ്റ്റ് r²ൻ്റെ, അതായത് വിത്ത് റെസ്പെക്ട് ടു dr അല്ലെങ്കിൽ ആറിൻ്റെ ഇൻ്റഗ്രേഷൻ ഞാൻ ആദ്യം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് r³/3, റൈറ്റ്? r³/3 വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 3, റൈറ്റ്? ഇനി അടുത്തത് സൈൻ ഫൈയുടെ ഇൻ്റഗ്രേഷൻ. സൈൻ ഫൈയുടേത് മൈനസ് കോസ് ഫൈ, റൈറ്റ്? മൈനസ് കോസ് ഫൈ. ഇനി അവിടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 മുതൽ 45 ഡിഗ്രി വരെ. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ള ആൻസറായി 3/3, ദാറ്റ് ഈസ് 3/3/3, റൈറ്റ്? സോ 3/3 is 3 into 3 9, 9 into 3 27, 27/3, ദാറ്റ് ഈസ് 9, റൈറ്റ്? 9 മൈനസ് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 0 ആണ്. 9 minus 0 ഇൻറ്റു മൈനസ് കോസ് 45 ഡിഗ്രി. മൈനസ് കോസ് 45 ഡിഗ്രി ഈസ് -1/√2, റൈറ്റ്? നെക്സ്റ്റ് പ്ലസ് 1. cos 0 is 1. സോ അത് cos 0 is 1. സോ മൈനസ് കോസ് ഫൈയുടെ ലോവർ ലിമിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് +1 ആയിട്ട് വന്നു, റൈറ്റ്? സോ 9 ഇൻറ്റു 1 minus 1/√2, that is 1 minus 1/√2. 1 minus 1/√2 is 0.2928. So 9 into 0.2928. That turns out to be 2.636.
റൈറ്റ്. സോ ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റോക്സ് തിയറത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്നുള്ളത് ഈ പ്രോബ്ലം വഴി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത തിയറമാണ് ഡൈവേർജൻസ് തിയറം. നമ്മൾ ലാസ്റ്റ് സ്റ്റോക്സ് തിയറത്തിൽ കണ്ടു ലൈൻ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലും റിലേറ്റ് ചെയ്യുന്നത്. ഇവിടെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡിഗ്രിയിൽ വരുന്നതാണ്, അതായത് സർഫസ് ഇൻ്റഗ്രലും വോളിയം ഇൻ്റഗ്രലും റിലേറ്റ് ചെയ്യുന്നതാണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എഴുതാം. സർഫസ് ഇൻ്റഗ്രൽ എഗെയിൻ ശ്രദ്ധിക്കുക, ഇവിടെ ക്ലോസ്ഡ് സർഫസ് ആണ്, റൈറ്റ്. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ്, റൈറ്റ്, എസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എഫ് ഡി വി, റൈറ്റ്. ഇത് ഡൈവേർജൻസ് ആണ്, ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു: ദ ഇൻ്റഗ്രൽ ഓഫ് ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് എനി വെക്റ്റർ ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്, റൈറ്റ്, ഈസ് ഈക്വൽ ടു ദ ഇൻ്റഗ്രൽ ഓഫ് ദ ഡൈവേർജൻസ് ഓഫ് ദിസ് വെക്റ്റർ ഫീൽഡ് ത്രൂ ഔട്ട് ദ വോളിയം എൻക്ലോസ്ഡ് ബൈ ദാറ്റ് ക്ലോസ്ഡ് സർഫസ്. സോ ഞാനൊരു ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണ്. ഈ ക്ലോസ്ഡ് സർഫസിൻ്റെ നോർമലായിട്ട് വരുന്ന കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഡി എസ് ആണ്, റൈറ്റ്. സോ ഈ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട്, ഇത് ക്ലോസ്ഡ് സർഫസ് ആണ്, സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് അങ്ങനെ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൈവേർജൻസിൻ്റെ വോളിയം ഇൻ്റഗ്രലിന് ഇക്വലൻ്റ് ആണെന്നുള്ളതാണ്, റൈറ്റ്. സോ ഈ തിയറം ഏത് ഫീൽഡിനും വാലിഡ് ആണ്. പക്ഷേ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ടൈംസിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വേണം. സോ ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ വശം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഡൈവേർജൻസ് തിയറം എപ്പോഴും തരുന്നത് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ആണ്. ഒരു സർഫസിനകത്ത് റെസൈഡ് ചെയ്യുന്ന നെറ്റ് ചാർജിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ തരുന്നതാണ് ബേസിക്കലി ഡൈവേർജൻസ് തിയറം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. സോ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എ പർട്ടിക്കുലർ ഫീൽഡ് എഫ് ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ എ ആർ പ്ലസ് ഇസെഡ് സൈൻ ഫൈ എ ഫൈ ഈസ് ഇൻ സിലിണ്ടറിക്കൽ സർഫസ്. Find the flux emanating due to this field from the closed surface of the cylinder 0 less than or equal to Z less than or equal to 1, R equal to 4. Verify divergence theorem. സോ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് ആ സിലിണ്ടറിൻ്റെ ഫിഗർ ഒന്ന് വരച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഞാൻ ആ സിലിണ്ടർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആക്സിസുകൾ മാർക്ക് ചെയ്യാം. ഇത് എക്സ്, സിമിലർലി ഇത് വൈ, സിമിലർലി ഇത് ഇസെഡ്, റൈറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ സിലിണ്ടറിൻ്റെ ഡയമെൻഷൻ തരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ഇത് ബോട്ടം സർഫസാണ്, റൈറ്റ്. ഈ കാണിച്ചിരിക്കുന്ന ബോട്ടം സർഫസാണ്. സോ അവിടെ നമുക്കറിയാം ഇസെഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇത് ഇസെഡ് ആക്സിസ് ആണ്, ഇസെഡിൻ്റെ വാല്യൂ 0 ആകുന്നത് ഇവിടെയാണ്. സോ ഇത് ബോട്ടം സർഫസുമാണ്. സിമിലർലി ഇസെഡ് മാക്സിമം ഈ ക്വസ്റ്റ്യന് പറയുന്നത് 1 വരെ അറ്റൈൻ ചെയ്യുന്നതാണ്. സോ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് കറസ്പോണ്ടിങ്ലി ഇസെഡ് ഈക്വൽ ടു 1 ആവും, റൈറ്റ്. അപ്പം ഞാൻ ഈ സർഫസിനെ ഞാൻ S1 ആയിട്ട് മാർക്ക് ചെയ്യാം. ടോപ്പിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് സർഫസ് S1, റൈറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസെഡ് ഈക്വൽ ടു 1 അറ്റൈൻ ചെയ്യും. ബോട്ടം സർഫസിലാകുമ്പോഴോ ഇസെഡ് ഈക്വൽ ടു 0 ആയിരുന്നു. ഇനി ഇത് വൗണ്ട് ചെയ്യുന്ന, അതായത് ഇത് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഇത് ചുറ്റി വരുന്ന ഒരു സർഫസാണിത്, റൈറ്റ്. ഈ സർഫസിൽ കറസ്പോണ്ടിങ്ലി സർഫസ് 2 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. സർഫസ് 2, സർഫസ് S2, റൈറ്റ്. സോ ഇനി ഈ 3 സർഫസുകളിലെയും വേരിയേഷൻസും കൂടെ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഇതാദ്യം ഞാൻ എഴുതുന്നത് സർഫസ്, റൈറ്റ്, സർഫസ് S1. സർഫസ് S1 നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇവിടെ നേരത്തെ മെൻഷൻ ചെയ്താണ് ഇസെഡ് ഈക്വൽ ടു 1 ആണ്. ആ സമയത്ത് R വേരി ചെയ്യുന്നത്, R വേരീസ് ഫ്രം, റൈറ്റ്, ഈ മുകളിലുള്ള സർഫസിൽ R 0 മുതൽ 4 വരെ വേരി ചെയ്യും. R വേരീസ് ഫ്രം 0 to 4, റൈറ്റ്. സിമിലർലി 5 വേരി ചെയ്യുന്നതോ, 5 എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിളാണ്, റൈറ്റ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ഇവിടെ മുതൽ, അതായത് ഞാൻ ഇങ്ങനെ ടോപ്പ് സർഫസ് വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റ് 0 ഡിഗ്രി ആണെന്ന് അസ്യൂം ചെയ്യുക. 0 ഡിഗ്രി മുതൽ 2π ഡിഗ്രി വരെ, അല്ലെങ്കിൽ 2π റേഡിയൻസ് വരെ, റൈറ്റ്. 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ, അല്ലെങ്കിൽ 0 മുതൽ 2π റേഡിയൻസ് വരെ അത് വേരി ചെയ്യും. സോ 5 വേരീസ് ഫ്രം 0 to 2π. ഇത് സർഫസ് S1. ഇനി നെക്സ്റ്റ് നമ്മൾ സർഫസ് S2 ചെക്ക് ചെയ്യുക. സർഫസ് S2 എന്ന് പറയുന്ന ആ സിലിണ്ടറിൽ ചുറ്റും വരുന്ന സർഫസാണ്. ആ ചുറ്റും വരുന്നതിൽ കോൺസ്റ്റൻ്റ് ആയി ഇരിക്കുന്നു എന്ന് പറയുന്നത് റേഡിയസ് മാത്രമാണ്, റൈറ്റ്. ബാലൻസ് വരുന്ന ഇസെഡും ഫൈയും വേരി ചെയ്യും, റൈറ്റ്. സോ ഇവിടെ നമ്മൾ ഇസെഡിൻ്റെ വേരിയേഷൻ ചെക്ക് ചെയ്യുമ്പം ഇസെഡ് 0 മുതൽ 1 വരെ വേരി ചെയ്യിക്കാം, റൈറ്റ്. 0 മുതൽ 1 വരെ. സോ ഇസെഡ് വേരീസ് ഫ്രം 0 to 1. ഇസെഡ് വേരീസ് ഫ്രം 0 to 1.
സിമിലർലി ഫൈയുടെ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു 0 മുതൽ 2π വരെ. ഫൈ വേരീസ് ഫ്രം 0 to 2π. ബട്ട് വേരി ചെയ്യാതെ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നതോ റേഡിയസ് ആണ്, റൈറ്റ്. ആൻഡ് r = 4, റൈറ്റ്. റേഡിയസ് 4 ആണ്. ഇനി സിമിലർലി സർഫസ് S3 ചെക്ക് ചെയ്യാം. സോ എഗെയിൻ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പം സർഫസ് S3, റൈറ്റ്, ബോട്ടം സർഫസിൽ എടുക്കുമ്പം Z 0 ആണ്. Z 0 ആണ്. ബട്ട് ബാലൻസ് ഉള്ള രണ്ടെണ്ണവും റേഡിയസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ കണ്ട കണക്ക് r വേരീസ് ഫ്രം 0 to 4, റൈറ്റ്. ആൻഡ് 5 വേരീസ് ഫ്രം 0 to 2π, റൈറ്റ്. ഇനി നമുക്ക് ഡൈവർജൻസ് തിയറം നമുക്ക് നോട്ട് ചെയ്യാം. ഡൈവർജൻസ് തിയറത്തിൻ്റെ നോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്ന ഫ്ലക്സ് എമിനേറ്റിംഗ് ഡ്യൂ ടു ദിസ് ഫീൽഡാണ്, റൈറ്റ്. സോ ഫ്ലക്സ് അല്ലെങ്കിൽ ഫ്ലക്സ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ F.ds, റൈറ്റ്, ഈക്വൽ ടു ഡൈവർജൻസ് തിയറം വെച്ചിട്ട് വോളിയം ഇൻ്റഗ്രൽ del.F dv, റൈറ്റ്. സോ ഇനി ഇതിനോടൊപ്പം ഡിഫറൻഷ്യൽ ലെങ്ത്തും കൂടെ നമുക്ക് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് സർഫസിൻ്റെ, റൈറ്റ്, സർഫസ് S1 ഡിഫറൻഷ്യൽ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യണം. ds ഈക്വൽ ടു അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉള്ളത് Z ഈക്വൽ ടു 1 ആണ്. വേരി ചെയ്യുന്നത് റേഡിയസ് ആണ്. 0 മുതൽ 4 വരെ വേരി ചെയ്യും. സോ ds ഈക്വൽ ടു dr, റൈറ്റ്. dr നെക്സ്റ്റ് അതിനോടൊപ്പം വരുന്നത് ചുറ്റുമുള്ള, അതായത് സിലിണ്ടറിൻ്റെ സർഫസാണ് വേരി ചെയ്യുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ആർക്ക് ലെന്താണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ കറസ്പോണ്ടിംഗ്ലി ഈ ലെന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് റേഡിയസ് ആണ്, ഇത് d5 ആണ്. സോ ഈ ലെന്ത് എന്ന് പറയുന്നത് r × d5 ആണ്, റൈറ്റ്. സോ സർഫസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് dr ഡോട്ട് അല്ലെങ്കിൽ dr r d5. സോ അതിനോടൊപ്പം ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ ഇത് മുകളിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അവിടുത്തെ യൂണിറ്റ് വെക്ടർ AZ, റൈറ്റ്, മുകളിലോട്ടാണുള്ളത്. സോ അതുകൊണ്ട് AZ വന്നു. സോ സെക്കൻഡ് സർഫസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത് r ആണ്. ബാലൻസ് ഉള്ള രണ്ടെണ്ണവും വേരി ചെയ്യുന്നുണ്ട്. Z സ്ട്രെയിറ്റ് ലൈനിലാണ് വേരി ചെയ്യുന്നത്. സോ അതുകൊണ്ട് dz, റൈറ്റ്, dz. നെക്സ്റ്റ് സർഫസ് ആണ്, അതിന് ചുറ്റും വരുന്ന സർഫസ് ആണ്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കണക്ക് r × d5 ആയിട്ടാണ് നമുക്ക് അവിടുത്തെ യൂണിറ്റ് വെക്ടർ നമ്മൾ ചെക്ക് ചെയ്യുമ്പം വരുന്നത് AR, റൈറ്റ്. കാരണം ഇത് സർഫസിൻ്റെ പുറത്തോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് AR, റേഡിയസ് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഡയറക്ഷനിലാണ്. ഇനി നമുക്ക് സിമിലർലി തേർഡ് സർഫസിൻ്റെ ചെക്ക് ചെയ്യാം. തേർഡ് സർഫസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് Z ആണ്. Z 0 കോൺസ്റ്റൻ്റ്, അതായത് ഫസ്റ്റ് കേസുമായിട്ട് സിമിലർ ആണ്. ബട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസുമായിട്ട് സിമിലർ ആണ്. പക്ഷേ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, dr r d5, റൈറ്റ്. ഇനി ഇവിടുത്തെ യൂണിറ്റ് വെക്ടറിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ നമ്മൾ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, ടോപ്പായിരുന്നു, റൈറ്റ്. ഇത് ബോട്ടമാണ്, അപ്പോൾ ഇത് താഴോട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് -AZ, റൈറ്റ്. സോ നമുക്കിനി സർഫസ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് സർഫസിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ S1, റൈറ്റ്, F.ds, റൈറ്റ്, F.ds ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് S1. F എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. r² cos² phi AR പ്ലസ് Z sin phi A phi, റൈറ്റ്. ഇനി അവിടുത്തെ ഡിഫറൻഷ്യൽ സർഫസ് ഏരിയ. സോ ds എന്ന് പറയുന്നത് dr r d5 AZ. ഇനി നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു, ഡോട്ട് പ്രോഡക്ട്സ് ആണ് ഇവിടെ എടുക്കുന്നത്. AR.AZ 0 ആണ്. സിമിലർലി A5.AZ 0 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് കേസിൽ 0 ആയിട്ട് വന്നു. സിമിലർലി നമുക്ക് സെക്കൻഡ് കേസ് ചെക്ക് ചെയ്യാം. സോ ഇവിടെ സെക്കൻഡ് കേസിൽ സർഫസ് ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ S2 F.ds ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ S2 r², റൈറ്റ്, r² cos² phi AR പ്ലസ് Z sin phi A phi, റൈറ്റ്. ഡോട്ട് ഇവിടെ S2 വരുന്നത് r dz d5, റൈറ്റ്, യൂണിറ്റ് വെക്ടർ AR. സോ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ AR.AR ഉണ്ട്. സോ ഇവിടെ നമുക്കൊരു വാലിഡ് ആൻസർ കിട്ടും, ഇവിടെ 0യും കിട്ടും, റൈറ്റ്. അപ്പം ഈ ഒരു പോർഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ,
റൈറ്റ്. ഈ ഫസ്റ്റ് അതായത് സെക്കൻഡ് കേസിൻ്റെ സർഫസ് ഇൻ്റഗ്രലിൽ വേരി ചെയ്യുന്നു പറയുന്നത് ഇസഡ് 0 മുതൽ 1 വരെയും, ഫൈ ആണെങ്കിലോ 0 മുതൽ 2π വരെ. സോ സർഫസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രലാണ്. സോ ഇസഡ് ഈക്വൽ ടു 0 മുതൽ, കാരണം S2 ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്, 0 മുതൽ 1 വരെ വേരി ചെയ്തു. ഫൈ ആണെങ്കിലോ 0 മുതൽ 2π വരെ വേരി ചെയ്തു. റൈറ്റ്. ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ റൈറ്റ് ഇൻറ്റു ആ ഡിഫറൻഷ്യൽ ഡി എസ് എന്ന് പറയുന്നത് ഇവിടെ കറസ്പോണ്ട് ചെയ്ത് വരുന്ന ആർ ഡി സെഡ് ഡി ഫൈ. റൈറ്റ്. ആർ ഡി സെഡ് ഡി ഫൈ. സോ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ആർ സ്ക്വയർ ഇൻറ്റു ആർ ഉണ്ട്. ആർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇൻ്റഗ്രേഷൻ ചെയ്തിരിക്കുന്ന ഡി സെഡിലും ഡി ഫൈയിലുമാണ്. സോ ആർ ക്യൂബ്. ബട്ട് ആർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 4 എന്ന്. സോ ഞാനിവിടെ ഡയറക്റ്റ്ലി 4 ക്യൂബ് എന്ന് എനിക്ക് എഴുതാം. റൈറ്റ്. 4 ക്യൂബ് ഇൻ്റഗ്രൽ ഇസഡ് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ വേരി ചെയ്യിച്ചു. സിമിലർലി ഫൈ എന്ന് പറയുന്നത് 0 മുതൽ 2π വരെ വേരി ചെയ്യിച്ചു. ഡി സെഡ് റൈറ്റ്. ഡി സെഡ് കോസ് സ്ക്വയർ ഫൈ ഡി ഫൈ. റൈറ്റ്. സോ 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ഇൻ്റഗ്രൽ 0 to 1 ഡി സെഡ് എന്ന് പറയുമ്പോൾ ഇസഡ് തന്നെ വരും. സോ ഇസഡ് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 1. ഇനി കോസ് സ്ക്വയർ ഫൈ എന്ന് വെച്ചാൽ 1 + cos 2φ ആണ്. ഞാൻ ഇവിടെ എഴുതുകയാണ് 1 + cos 2φ ആണ്. 1 + cos 2φ/2 ആണ്. റൈറ്റ്. സോ ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. സോ 1/2 എന്ന് പറയുമ്പോൾ 5/2 ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡി ഫൈ ആണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. സോ 5/2 റൈറ്റ് പ്ലസ് cos 2φ sin 2φ റൈറ്റ്. sin 2φ/2 ഇൻറ്റു 2 റൈറ്റ്. ഇവിടെ ഒരു 2 ഉണ്ട്, അതിനോടൊപ്പം cos 2φ ബാലൻസ് ആയിട്ട് ഒരു 2 കൂടെ വരും. ഇനി ലിമിറ്റ്സ് ഒന്ന് അപ്ലൈ ചെയ്യാം. രണ്ടിടത്തും 0 to 2π റൈറ്റ്. ഇത് വോൾ ബ്രാക്കറ്റ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. റൈറ്റ്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 64 എന്ന് തോന്നുന്നു. 64 ഇൻറ്റു റൈറ്റ് ബാലൻസ് ഉള്ളത് 5 എന്ന് പറഞ്ഞാൽ 2π/2 എന്ന് പറഞ്ഞാൽ പൈ റൈറ്റ്. പൈ പ്ലസ് ലോവർ ലിമിറ്റ് 0 ആണ്, പ്ലസ് sin 2φ. ഈ കേസ് എന്തായാലും നമുക്ക് sin 4πയും sin 0 ഇത് 0 എന്ന് തന്നെ വന്നു. റൈറ്റ്. അപ്പം നമുക്കിത് വരുന്നത് 64π ആയിട്ട് വന്നു. റൈറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സർഫസ് S3യുടേതാണ്. അത് S1ൻ്റെ ജസ്റ്റ് മിററാണ്. റൈറ്റ്. ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ്ലി തന്നെ എഴുതാം. അതിൻ്റെ ആൻസർ 0 ആയിരുന്നു. സോ ഇവിടെ നമുക്ക് കറസ്പോണ്ടിംഗ്ലി അതും 0 ആയിട്ട് തന്നെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. സോ S3 സർഫസ് ഇൻ്റഗ്രൽ S3 F.ds. വ്യത്യാസം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. AZ പകരം -AZ ആയിരുന്നു. സോ അത് 0 ആയിട്ട് എടുക്കാം. സോ ടോട്ടൽ സർഫസ് ഏരിയസിലുള്ള ഇൻ്റഗ്രേഷൻ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് വൺ 0 റൈറ്റ്. ഫസ്റ്റ് വൺ 0, സിമിലർലി സെക്കൻഡ് വൺ 64π ആൻഡ് ലാസ്റ്റ് വൺ എഗെയിൻ 0. ഇതിൻ്റെ സമ്മേഷനാണ്. ദാറ്റ് മീൻസ് സർഫസ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ F.ds ഈക്വൽ ടു 0 + 64π + 0. സോ 64π ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ നമ്മളിതിൻ്റെ ലെഫ്റ്റ് ഹാഫ് സൈഡ് ഇവാലുവേറ്റ് ചെയ്തു. സിമിലർലി ഇനി നമുക്കിതിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡാണ്. റൈറ്റ്. സോ അതിനുവേണ്ടി ആദ്യം എനിക്ക് del.f നോട്ട് ചെയ്യണം. റൈറ്റ്. ഇത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ del.f തരുന്നത് del.f ഈക്വൽ ടു 1/r റൈറ്റ് dou/r ഓഫ് RFR പ്ലസ് നെക്സ്റ്റ് 1/r dou/φ Fi റൈറ്റ് പ്ലസ് dou/dou/z Fz റൈറ്റ്. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ del.f ഈക്വൽ ടു 1/r dou/r ഓഫ് r ഇൻറ്റു FR ഫസ്റ്റ് കമ്പോണൻറ്റ്. സോ r സ്ക്വയർ cos സ്ക്വയർ ഫൈ റൈറ്റ്. r സ്ക്വയർ cos സ്ക്വയർ ഫൈ പ്ലസ് നെക്സ്റ്റ് 1/r dou/dou/φ Fi എന്ന് പറയുന്നത് Z sin φ പ്ലസ് dou/dou/z ഓഫ് Fz ഈ ക്വസ്റ്റ്യന് തന്നിട്ടില്ല, അതുകൊണ്ട് 0 റൈറ്റ്. സോ ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു
ആറാണ് ചെയ്യുന്ന. സോ ഈക്വൽ ടു ആദ്യം ഒരു 1/r ഉണ്ട്. ഇനി ആർ ക്യൂബിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3r² ബൈ സോ ഫസ്റ്റ് നമുക്കിത് പാർഷ്യൽ ഡിഫറൻസിയേഷനാണ് ചെയ്യാനുള്ളത്. സോ ഔട്ട് സൈഡായിട്ടൊരു 1/r ഉണ്ട്. നെക്സ്റ്റ് r ഇൻറ്റു r², ദാറ്റ് ഈസ് ആർ ക്യൂബിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3r², റൈറ്റ്, 3r² cos² 5 കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പാർഷ്യൽ ഡിഫറൻസിയേഷനാണ് വിത്ത് റെസ്പെക്ട് ടു r ആണ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ആണ്. സോ ഡോ ബൈ ഡോ ഫൈ ഓഫ് ഇസെഡ് സൈൻ ഫൈ. ഇസെഡ് കോൺസ്റ്റൻ്റ് ആണ്, സൈൻ ഫൈൻ്റെത് കോസ് ഫൈ ആയിട്ട് വന്നു, റൈറ്റ്. സോ ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ആറും r² പോകുമ്പോൾ 3r cos² 5 പ്ലസ് ഇസെഡ് കോസ് 5 ബൈ r, റൈറ്റ്. സോ ഇപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഡെൽ ഡോട്ട് എഫ് ആണ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് ഈ പോർഷനാണ്. നമുക്കിനി വോളിയം ഇൻ്റഗ്രലാണ് ചെയ്യാനുള്ളത്. ദാറ്റ് മീൻസ് വോളിയം ഇൻ്റഗ്രൽ, റൈറ്റ്. ദാറ്റ് മീൻസ് വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് എഫ് ഡി വി, റൈറ്റ്, ഡെൽ ഡോട്ട് എഫ് ഡി വി ഈക്വൽ ടു, റൈറ്റ്, 3 ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. വോളിയം ഇൻ്റഗ്രലാണ്. ആദ്യം ഇസെഡ് വേരി ചെയ്യുന്നത് 0 മുതൽ ക്വസ്റ്റ്യന് മെൻഷൻ ചെയ്തിരിക്കുന്ന 1 വരെയാണ്, റൈറ്റ്. നെക്സ്റ്റ് 5 വേരി ചെയ്യുന്നത് 0 മുതൽ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഉള്ളത് വേരി ചെയ്യുന്നത് 2π വരെയാണ്. ആൻഡ് ലാസ്റ്റ് 1 എന്ന് പറയുന്ന റേഡിയസ് ആണ്. അത് 0 മുതൽ 4 വരെ വേരി ചെയ്യിക്കാം, റൈറ്റ്, ഈ പർട്ടിക്കുലർ കേസിൽ. ഇനി ഈ ഫംഗ്ഷൻ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഡെൽ ഡോട്ട് എഫ്, ദാറ്റ് ഈസ് 3r cos² 5 പ്ലസ് ഇസെഡ് കോസ് 5 ബൈ r. ഇനി ഡിഫറൻഷ്യൽ വോളിയം ഡി വി, റൈറ്റ്. ഡി വി എന്ന് പറയുന്നത് dr ഡോട്ട് r d5 ഡോട്ട് dz, റൈറ്റ്. ഇത് കാരണം കിട്ടുന്ന നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ആ റേഡിയസിൻ്റെ ഡിഫറൻഷ്യൽ എന്ത് dr ആണ്. സർഫസിൽ വരുമ്പോൾ r d5 ആയി, അടുത്ത ഇസെഡിൻ്റെത് dz ആയിരിക്കും. സോ ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഈക്വൽ ടു ഇൻ്റഗ്രൽ z ഈക്വൽ ടു 0 to 1 ഇൻ്റഗ്രൽ 5 ഈക്വൽ ടു 0 to 2π, റൈറ്റ്. സോ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ആറിൻ്റെ ടൈമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഉണ്ട്, ഇവിടെ ഒരു ആറും കൂടെ ഉണ്ട്. സോ 3, റൈറ്റ്, 3 ഇൻറ്റു r². ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് r³ ബൈ 3 cos² 5, റൈറ്റ്, cos² 5 പ്ലസ് ഇസെഡ് കോസ് 5 ബൈ r ഇൻറ്റു r. സോ ഇസെഡ് കോസ് 5, റൈറ്റ്, വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. r വേരി ചെയ്തിരുന്നത് 0 മുതൽ 4 വരെയായിരുന്നു. ബാലൻസ് ഉള്ളത് d5 ആൻഡ് dz, റൈറ്റ്. സോ നെക്സ്റ്റ് നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു ഇൻ്റഗ്രൽ z ഈക്വൽ ടു 0 to 1, റൈറ്റ്, ഇൻ്റഗ്രൽ 5 ഈക്വൽ ടു 0 to 2π. ഇനി 3യും ക്യാൻസൽ ചെയ്യുന്നു. സോ r³ നെക്സ്റ്റ് cos² 5 എന്ന് വെച്ചാൽ 1 പ്ലസ് cos 2π ബൈ 2, റൈറ്റ്, പ്ലസ് ഇസെഡ് കോസ് 5. സോ ഇസെഡ് കോസ് 5, റൈറ്റ്. ഇനി ഇസെഡ് കോസ് 5 കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് 1 ആയിട്ട് വന്നിട്ടുണ്ട്, റൈറ്റ്. 1 വിത്ത് ലിമിറ്റ് 4 to 0. സോ 4 മൈനസ് 0, റൈറ്റ്. പിന്നെ ബാലൻസ് ഉള്ളത് d5 dz. സോ ഇത് ഒരു സ്റ്റെപ്പും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇൻ്റഗ്രേഷൻ നമുക്കിനി ഡയറക്റ്റ്ലി ചെയ്യാം. ഇൻ്റഗ്രൽ z ഈക്വൽ ടു 0 to 1, റൈറ്റ്. ഈ പാർട്ടിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു 5 ആണ് ചെയ്യേണ്ടത്. സോ ആറിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 6 എന്ന് പറയുന്നത് 4 ആണ്. സോ 4³ എന്ന് പറയുന്നത് 64 ആണ്. 64 ബൈ 2 എന്ന് പറയുന്നത് 32 ആണ്, റൈറ്റ്. സോ ഈ പോർഷൻ ഞാൻ എഴുതി 32 ഇൻറ്റു 1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ 1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5 പ്ലസ് കോസ് 2π സൈൻ 2π, റൈറ്റ്, സൈൻ 2π വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to
2 പൈ, റൈറ്റ്? 0 to 2 പൈ ആണ് ഫൈ വേരി ചെയ്തത്. സിമിലർലി അടുത്ത പോർഷൻ എടുക്കുമ്പം ഇസെഡ് 4z കോസ് ഫൈ ഉണ്ട്. സോ 4z കോൺസ്റ്റൻ്റ് ആണ്. കോസ് ഫൈ എടുത്ത് സൈൻ ഫൈ, റൈറ്റ്? സോ 4z സൈൻ ഫൈ വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ 0 to 2 പൈ. ഇനി ബാലൻസ് ഉള്ളത് dz. സോ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു, റൈറ്റ്, ഈക്വൽ ടു ഇൻ്റഗ്രൽ z ഈക്വൽ ടു 0 to 1 32 ഫൈ 2 പൈ പ്ലസ് ഈ ടേം 0 ആയിട്ട് മാറി. സോ 32 ഇൻറ്റു 2 പൈ പ്ലസ് 4z ഇൻറ്റു 0, റൈറ്റ്? 4z ഇൻറ്റു 0, റൈറ്റ്? സൈൻ ഫൈ വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ 2 പൈ ടു 0 എന്ന് വെച്ചാൽ സൈൻ 2 പൈ 0 മൈനസ് 0. സോ 4z ഇൻറ്റു 0. ഇനി ഈ ടേം ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു dz. സോ 32 ഇൻറ്റു 2 പൈ എന്ന് വെച്ചാൽ 64 പൈ, റൈറ്റ്? 64 പൈനെ ഇൻറ്റഗ്രേഷൻ ചെയ്യണം 0 to 1 dz. സോ അതെന്ന് പറയുന്നത് 64 പൈ z വിത്ത് ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ 0 to 1, ദാറ്റ് ഈസ് 64 പൈ. സോ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു, അതും 64 പൈ ആയിട്ട് വന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് 64 പൈ ആയിട്ട്. സോ ഡൈവർജൻസ് തിയറം ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. സിമിലർലി ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിനേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് 64 പൈയും ആയിരിക്കും, റൈറ്റ്? സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അതുവരേക്കും താങ്ക് യു.